പരമ ദിവ്യ കാരുണ്യേശ്വരയ്ക്ക് അത്ഭുതങ്ങളുടെ വചനത്തിന്റെ ഈ എപ്പിസോഡിലേക്ക് സിസ്റ്റർ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോ ദിവസത്തെ വചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ ഹൃദയങ്ങളെ, നമ്മളുമായി ഇടപെടുന്നവരെ സ്പർശിക്കുന്ന ദൈവവചന ഭാഗമാണ് നമ്മൾ ഇന്ന് ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഇന്ന് നമ്മൾ നമ്മുടെ ജീവിത ദുരന്തങ്ങളിലെ, ദുഃഖങ്ങളിലെ, സങ്കടങ്ങളിലെ കർത്താവ് എൻ്റെ കാവൽക്കാരൻ എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് അത്ഭുതങ്ങളുടെ വചനങ്ങളുടെ ഈ എപ്പിസോഡിൽ, ഈ പ്രാർത്ഥന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സിസ്റ്റർ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ വായിക്കുന്നത് സങ്കീർത്തനങ്ങൾ 121. കർത്താവിനോട് നമ്മൾ പറയുകയാണ്. സങ്കീർത്തനങ്ങൾ 121 പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മെയും നമ്മുടെ കുടുംബത്തെയും ദേശത്തെയും ലോകം മുഴുവനെയും പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരെയും ഒക്കെ സമർപ്പിക്കുകയാണ് നമ്മൾ. കർത്താവ് എൻ്റെ കാവൽക്കാരൻ, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. 1 മുതൽ 8 വരെയുള്ള ദൈവവചനം, സങ്കീർത്തനങ്ങൾ 121 1 മുതൽ 8 വരെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ദൈവവചനത്തിലെ ഓരോ വരികളിലൂടെയും നമ്മൾ പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, വലിയ അഭിഷേകമാണ് കടന്നു വരുന്നത്. കർത്താവ് എൻ്റെ വ്യാപാരങ്ങളെ നിയന്ത്രിക്കുന്നു. അവിടുന്ന് എൻ്റെ കരം പിടിച്ചിരിക്കുന്നു. എൻ്റെ വലത്തുഭാഗത്ത് ഇടത്തുഭാഗത്തൊക്കെ കർത്താവുണ്ട്. കർത്താവ് കൂടെയുള്ളപ്പോൾ ഞാൻ ഭയപ്പെടുകയില്ല. നമുക്ക് ഈ സമയം കരം ഉയർത്തി ഈ വചനം മിന്നലുള്ളി പോലെ എൻ്റെ ജീവിതത്തിൽ പതിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. മൂന്ന് പ്രാവശ്യം നമ്മൾ വിളിക്കാം. യേശുവേ, യേശുവേ, യേശുവേ. പരിശുദ്ധാത്മാവേ എന്ന് 3 തവണ വിളിക്കാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഓരോ നിയോഗങ്ങൾ മനസ്സിൽ വെക്കുകയാണ്. നിരവധി നിയോഗങ്ങളുണ്ട്. മറ്റുള്ളവർ നമ്മളോട് പറഞ്ഞതുണ്ട്. ആ നിയോഗങ്ങളെല്ലാം ചിലപ്പോൾ രോഗപീഠകളാകാം, ഒരു വീടിന് വേണ്ടി പ്രാർത്ഥനയാകാം, കട ബാധ്യത, വീട് ചെത്തി തുടങ്ങിയ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഓരോ വിളിക്കും ഓരോ നിയോഗം നമ്മൾ സമർപ്പിക്കുകയാണ്. നിരവധി നിയോഗങ്ങൾ. യേശുവേ, മാതാവേ, മാതാവേ, യേശുവേ, 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 യേശുവേ, മാതാവേ, മാതാവേ.
നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യേശ്വരയ്ക്ക്